അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ നബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റമളാനിൻ്റെ പുണ്യം നിറഞ്ഞ രാവുകളെയും പകലുകളെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിമിഷങ്ങളായി സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ കൊണ്ട് നന്മ കൊണ്ട് നിഷ്ഠമായ ജീവിതം നയിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. ആമീൻ എന്നു പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ സന്ദേശം നമ്മൾ ആരംഭിക്കുന്നത്. പാപമോചനം തേടൽ ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടമാണ് റമളാൻ. റമളാനിലെ മധ്യ പത്തിൽ പ്രത്യേകമായ ദുആ തന്നെ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവേ, എന്നിൽ നിന്നും സംഭവിച്ചു പോയ പാപങ്ങൾ, അരുതായ്മകൾ എല്ലാം നീ പൊറുക്കേണമേ എന്നുള്ളതാണ്. പാപം മനുഷ്യ സഹജമാണ്. തിന്മകൾ, തെറ്റുകൾ മനുഷ്യജന്മത്തിൻ്റെ സഹജമാണ്. ഇവ എങ്കിലും അമിതമായി യാതൊരു ബോധവുമില്ലാതെ തിന്മകളിലും പാപങ്ങളിലും മുഴുകുമ്പോഴാണ് മനുഷ്യൻ പരാജയപ്പെട്ടവനായി മാറുന്നത്. നന്മ വീണ്ടെടുക്കാൻ കഴിയാത്തവനായി അവൻ മാറിയാൽ സർവശക്തനായ അല്ലാഹു തആല അവനെ പരാജയപ്പെടുത്തുകയും അവൻ്റെ ശിക്ഷക്ക് അവൻ വിധേയനാക്കപ്പെടുകയും ചെയ്യും. ആരെയും കാത്തു നിൽക്കാതെ അനുസ്യൂതം മുന്നോട്ട് ഗമിക്കുന്ന ഈ റമളാനിലെ ഓരോ നിമിഷങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു പോയ കൊള്ളരുതായ്മകൾക്ക് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുവാൻ നാം സമയം കണ്ടെത്തണം. ഈ പിന്നിട്ട ദിവസങ്ങളിലെങ്കിലും നാം നേടിയെടുക്കേണ്ടത് നേടിയെടുത്തോ എന്നാലോചിക്കുകയും അനശ്വരമായ ലോകത്തെ ജീവിത സുഖത്തിനു വേണ്ടി അള്ളാഹുവിനോട് നാം നിരന്തരമായി തേടുകയും ചെയ്യണം. പാപങ്ങളെ, തെറ്റുകളെ തെറ്റായി കാണുക എന്നുള്ളിടത്താണ് നാം പ്രഥമമായും വിജയം വരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത് തെറ്റുകളെ നിസ്സാരമായി കാണുന്നവർക്ക് അവരുടെ പരലോകത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ലഭ്യമാവുന്ന ശിക്ഷയെ സംബന്ധിച്ചാണ്. ഖദ് ഖസിറല്ലദീന കസ്സബൂ ബിലിഖാഇല്ലാ. അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്നതിനെ കളവാക്കിയ ആളുകൾ പരാജിതരായിരിക്കുന്നു. തെറ്റുകൾ ചെയ്യുന്നവരും കുറ്റങ്ങളിൽ മുഴുകുന്നവരും ഞാൻ അള്ളാഹുവിൻ്റെ സവിധത്തിൽ ചെല്ലേണ്ടി വരും എന്ന ബോധമില്ലാത്തവരാണ്. ഹത്താ ഇദാ ജാഅത്തുഹുമുസ് സാഅതു ബഗ്ത. പെട്ടെന്നൊരിക്കലായിരിക്കും അവർക്ക് അന്ത്യം വരുന്നത്, അന്ത്യനിമിഷങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ലോകാവസാനം, പരലോകം അവർക്ക് സംജാതമാകുന്നത്. ആ സന്ദർഭത്തിൽ അവർ തിരിച്ചറിയും അള്ളാഹു ഉണ്ട് എന്ന്, തെറ്റുകൾക്ക് ശിക്ഷയുണ്ട് എന്ന്, കുറ്റങ്ങൾക്ക് വിചാരണയുണ്ട് എന്ന്. ഖാലു യാ ഹസ്രതന അലാ മാ ഫറത്ന ഫീഹാ. ഞങ്ങളുടെ ഖേദമേ, ഞങ്ങളുടെ ദുഃഖമേ, അമിതമായി ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾക്ക് ഞങ്ങൾ ഇനി എന്തു ചെയ്യുവാനാണ്? പടച്ചവൻ സൂചിപ്പിക്കുന്നത് വഹും യഹ്മിലൂന ഔസാറഹും അലാ ളുഹൂരിഹിം അലാ സാഅ മാ യസിറൂൻ. അവർ പുനരുദ്ധാന വേളയിൽ എഴുന്നേറ്റ് പോകുന്നത് മുതൽ അവർ ചെയ്തു കൂട്ടിയ സകല തിന്മകളും, പറഞ്ഞ കള്ളങ്ങൾ, വഞ്ചനകൾ, ഏഷണികൾ, പരദൂഷണങ്ങൾ, നിസ്കാരത്തിൻ്റെ ഉപേക്ഷകൾ, മദ്യപാനം, വ്യഭിചാരം തുടങ്ങിയ എല്ലാ മോശമായ കാര്യങ്ങളും ഒരു ജീവിയുടെ രൂപത്തിൽ അവരുടെ പുറത്തവർ സഹിക്കേണ്ടി വരും എന്നതാണ്. അവരുടെ പുറത്തവർ ചുമക്കേണ്ടി വരും. അലാ സാഅ മാ യസിറൂൻ. അവർ ചെയ്ത കുറ്റങ്ങൾ വളരെ മോശം തന്നെയാണ് എന്നറിയുക. അതാണ് അള്ളാഹുവിൻ്റെ സൂചന.
മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സുന്ദരമായ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്, ഇന്നൽ മുഅ്മിന ഇദാ ഖറജ മിൻ ഖബരിഹി, ഒരു സത്യവിശ്വാസി അവൻ്റെ കുഴിമാടത്തിൽ നിന്ന് പുനരുദ്ധാന വേളയിൽ പുറത്തു വരുന്ന സന്ദർഭത്തിൽ ഇസ്തഖ്ബലഹു ഷൈഉൻ അഹ്സനൽ അഷ്യാഇ സൂറത്തൻ, സുമോഹനമായ രൂപത്തിൽ ഒരു വസ്തു അതല്ലെങ്കിൽ ഒരു ജീവി അവനെ സ്വീകരിക്കും. വ അത്യബിഹാ റീഹൻ, വളരെ സുഗന്ധപൂരിതമായിരിക്കും അതിൻ്റെ അവസ്ഥ. വയഖൂൽ, അവനോട് പറയുന്നു, അന അമലുക സ്വാലിഹ്, നിൻ്റെ സൽക്കർമ്മങ്ങളാണ് ഞാൻ. ദുനിയാവിൽ എന്നെ നീ ചെയ്തതല്ലേ, ത്യാഗപൂർണമായ ജീവിതം നയിച്ച് നീ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചയാളല്ലേ, അതുകൊണ്ട് എൻ്റെ പുറത്തേറിയാവണം നീ മഹ്ശറയിലേക്ക് ആഗതനാകുന്നത് എന്നു പറഞ്ഞവൻ്റെ സൽക്കർമ്മങ്ങൾ അവനിലേക്ക് വരും. ഇതേ സന്ദർഭത്തിൽ ഒരു വ്യക്തിയുടെ പാപങ്ങൾ അവൻ്റെ അടുക്കലേക്ക് ഭീകര സ്വരൂപനായി വരികയും ഈ വ്യക്തിയുടെ പുറത്ത് ഈ പാപങ്ങൾ കയറുകയും ചെയ്യും എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാർ, ഗൗരവപൂർവമാണ് ഈ വചനങ്ങളെയും അതിൻ്റെ വ്യാഖ്യാനങ്ങളെയും കാണേണ്ടത്. ഈ ലോകത്തെത്ര പ്രതാപശാലികളായാലും സമ്പന്നരായാലും സൗന്ദര്യമുള്ളവരായാലും ഏവരെയും കീഴടക്കുവാൻ കഴിയുന്നവരായാലും അതുകൊണ്ടൊന്നും ഒരു നന്മയും ഉണ്ടാവുകയില്ല. പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, നന്മകൾ ചെയ്യുക, ഇവിടെയാണ് നമ്മുടെ വിജയം. സഹജമായ പാപങ്ങൾ സംഭവിച്ചു പോയാൽ അതിന് അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കുകയും സൽക്കർമ്മങ്ങൾ കൊണ്ട് ആ പാപങ്ങളെ പരിഹരിക്കുകയും ചെയ്യുക. വലിയ ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ അടുക്കൽ വരും, തടിമാടനായിരിക്കും അവൻ, പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും അവന് ലഭ്യമാവുകയില്ല. തെറ്റുകൾ കാരണമാണത്. ഇൻ തജ്തനിബു കബാഇറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിലകും മുദ്ഖലൻ കരീമാ. അല്ലാഹു തആല പറയുന്നു, നിങ്ങളോട് ഉപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ വലിയ പാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ദോഷങ്ങളെ നാം പൊറുക്കും. അപ്രകാരം നിങ്ങൾക്ക് ഏറ്റവും ഉന്നതമായ ഇടത്തിൽ നാം പ്രവേശനം നൽകുകയും ചെയ്യും, അഥവാ സ്വർഗത്തിൽ. തിരിച്ചറിവ്, അതാണ് നമുക്ക് ആദ്യമായി വേണ്ടത്. ഇന്നത് നല്ലതാണ്, ഇന്നത് ചീത്തയാണ്, ഇന്നത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അറിഞ്ഞുകൊണ്ടാണ് നമ്മിൽ നിന്ന് പല പാപങ്ങളും വന്നു പോകുന്നത്. അറിഞ്ഞുകൊണ്ട്, ഇത് തെറ്റാണെന്നറിഞ്ഞുകൊണ്ട്. സഹാബി പ്രമുഖനായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ജനങ്ങളെല്ലാവരും നബിയോട് സൽക്കർമ്മങ്ങളെ സംബന്ധിച്ചാണ് ചോദിക്കുക. നബിയെ, ഇന്ന കാര്യം അത് നല്ലതാണോ, അതിനുള്ള പ്രതിഫലം എങ്ങനെയാണ്? ഇങ്ങനെയാണ് ജനങ്ങളോട് ചോദിക്കുന്നത് എങ്കിൽ ഞാൻ പലപ്പോഴും നബിയോട് ചോദിക്കാറുണ്ടായിരുന്നത് വകുന്തു അസ്അലുഹു അനിശ്ശരി, ഞാൻ തിന്മയെക്കുറിച്ചാണ് ചോദിക്കാറുണ്ടായിരുന്നത്. ഞാൻ അതിലകപ്പെടാതിരിക്കാനും അതെന്നിൽ നിന്ന് സംഭവിക്കാതിരിക്കാനുമാണ് ഞാൻ ഈ സൂക്ഷ്മത പുലർത്തിയത്. ബഹുമാനപ്പെട്ടവർ, മഹാഫത അൻ യുദ്രിക്കനി, ഞാൻ അതിൽ സംഭവിച്ചു പോകുമോ, എന്നെ ആ പാപം പിടികൂടുമോ എന്നു പേടിച്ചുകൊണ്ടാണ് ഞാൻ നബിയോട് ചോദിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. അള്ളാഹുവിന് പങ്കു ചേർക്കുക, അപ്രകാരം കൊലപാതകം നടത്തുക, ആഭിചാരം സിഹ്ർ നടത്തുക, മദ്യപിക്കുക, മോഷ്ടിക്കുക, സക്കാത്ത് കൊടുക്കാതിരിക്കുക, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാതിരിക്കുക, അവരെ വേദനിപ്പിക്കുക, ഇത്തരം ധാരാളം വൻ പാപങ്ങൾ അല്ലാഹു തആല എണ്ണിയിട്ടുണ്ട്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഓർക്കുക, നാം ഈ പറയപ്പെട്ടവയിൽ നിന്നും അല്ലാത്തവയിൽ നിന്നും വൻ പാപങ്ങളിൽ നിന്ന് നമ്മിൽ നിന്ന് ദിനം പ്രതി എത്രയോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് തീർച്ചയായും അള്ളാഹുവിൻ്റെ സവിധത്തിൽ നാം മറുപടി പറയേണ്ടി വരും. ഒരണുമണി തൂക്കം തിന്മയാണെങ്കിലും നാം അത് അള്ളാഹുവിനോട് ചോദിച്ച്, പടച്ചവനെ എനിക്ക് പാപമോചനം നൽകണമേ എന്ന് പറഞ്ഞു പശ്ചാത്തപിച്ചിട്ടില്ല എങ്കിൽ ആ തിന്മയുടെ ഭാരം പരലോകത്ത് നാം ചുമക്കേണ്ടതായിട്ട് വരും. നന്മയാണെങ്കിലും അപ്രകാരം തന്നെയാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു, അള്ളാഹുവേ, എനിക്ക് നീ നന്മകൾ തൂക്കുന്ന തിന്മകൾ തൂക്കുന്ന ത്രാസൊന്ന് കാണിച്ചു തരണം, മീസാൻ ഒന്ന് കാണിച്ചു തരണം. മീസാൻ കണ്ടു. അതിൻ്റെ ഓരോ തട്ടും അദ്ദേഹം കണ്ടത് ആകാശഭൂമികൾക്കിടയിലുള്ള വിശാലതയായിട്ടായിരുന്നു. അത്ഭുത പരതന്ത്രനായിട്ട് അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവേ,
ഇത്രയും വലിയ തട്ട് എന്ത് നന്മയാണ് നിറക്കുന്നത്? ഇത് നിറക്കാൻ ഏത് നന്മയാണ് മനുഷ്യൻ ചെയ്യുന്നത്? അള്ളാഹു പറഞ്ഞത്, ദാവൂദ് എന്നെക്കൊണ്ട് എൻ്റെ ഒരു അടിമ തൃപ്തിപ്പെടുത്തിയാൽ അവൻ ദാനമായിട്ട് നൽകുന്ന ഒരു കാരക്ക കൊണ്ടുപോലും ഞാൻ അവൻ്റെ തട്ടിനെ നിറക്കുമെന്നാണ്. നന്മയ്ക്കിത്ര മതി, തിന്മക്കും അത്ര മതി. അല്പമാണെങ്കിലും നാം അതിൻ്റെ ഗുണവും അല്ലെങ്കിൽ അതിൻ്റെ നഷ്ടവും അനുഭവിക്കേണ്ടതായിട്ട് വരും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ ഇന്ന് ചെറിയ ചെറിയ തിന്മകളെ നിങ്ങൾ ഇന്ന് നിസ്സാരമായിട്ട് കാണുന്നു. എന്നാൽ നിങ്ങളിന്ന് ചെറിയതായിട്ട് കാണുന്ന ആ തിന്മകളെ വലിയ ദോഷങ്ങളായിട്ടാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ കണ്ടിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഈ റമളാനിൻ്റെ രാവുകളിൽ പകലുകളിൽ നാം അള്ളാഹുവിനോട് പാപമോചനം നടത്തുക. അള്ളാഹുവേ, എന്നിൽ നിന്ന് സംഭവിച്ചു പോയി, എന്നിൽ നിന്ന് പറ്റിപ്പോയി, നീ പൊറുക്കേണമേ. കണ്ണീരോടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം അപേക്ഷിക്കുക. വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങുക. തീർച്ചയായിട്ടും പശ്ചാത്തപിച്ചു മടങ്ങുന്ന ആളുകൾ വിജയിക്കുന്നവരാണ് എന്നാണ് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. അൽ മുസ്തഗ്ഫിറു മിനദ് ദംബി. നാം ഇവിടെ ഗൗരവപൂർവ്വം ഒരു കാര്യം ആലോചിക്കേണ്ടത്, റമളാനാകുമ്പോൾ പാപമോചനത്തിന് അപേക്ഷിക്കും, തൗബ ചെയ്യും, പിന്നെ അതിലേക്ക് മടങ്ങുകയും ചെയ്യുക എന്നത് അള്ളാഹുവിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അത് അല്ലാഹു തആലയുടെ കോപം നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരാനുള്ള കാരണമാണ്. തൗബ ചെയ്ത് അതിലേക്ക് മടങ്ങാതെ പശ്ചാത്തപിച്ച് സൂക്ഷ്മശാലിയായി ജീവിക്കലാവട്ടെ തമ്പുരാനായ അള്ളാഹുവിൻ്റെ സുനിശ്ചിതമായ സ്നേഹം നേടിയെടുക്കുവാനുള്ള കാരണമാണ്. പരിശുദ്ധ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുന്നു, അല്ലാഹു തആല രാത്രി അവൻ്റെ കൈകളെ അവൻ വിശാലമാക്കും. എന്തിന്? പകൽ സമയത്ത് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുടെ തൗബ സ്വീകരിക്കാൻ. നേരെ തിരിച്ചും അള്ളാഹു പകലിൽ രാത്രിയുള്ള തൗബകളെ മുഴുവൻ അള്ളാഹു തആല പകലിൽ സ്വീകരിച്ച് തമ്പുരാൻ സ്നേഹത്തോടുകൂടെയായിരിക്കും അള്ളാഹു തആല ഓരോരുത്തരുടെയും തൗബ സ്വീകരിക്കുന്നത് എന്നാണ് നബി തിരുമേനി സൂചിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, വിശാലമായ മരുഭൂമി, വെള്ളമില്ല, ചൂടാണ്, കൊടും താപമാണ്, വഴിയറിയില്ല. അങ്ങനെ ഒരിടത്ത് ഒരാൾ ഒട്ടകത്തെ കെട്ടിയിട്ട് ഒരിടത്ത് വിശ്രമിച്ചു. ഉണരുമ്പോൾ ഒട്ടകമില്ല. ഒരുപാട് അന്വേഷിച്ചു. ഇനി ഈ മരുഭൂമിയുടെ ഏകാന്തതയിൽ ഞാൻ മരണം മാത്രമാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നയാൾ തീരുമാനിച്ചു. പിന്നീടൊന്നുണർന്ന് എഴുന്നേറ്റപ്പോൾ നഷ്ടപ്പെട്ട ഒട്ടകം തൻ്റെ സമീപത്തുണ്ടാകുമ്പോൾ എത്ര വലിയ ആനന്ദമുണ്ടാകും! അതിനേക്കാൾ വലിയ ആനന്ദമാണ് പശ്ചാത്താപ വിവശൻ്റെ തൗബയുടെ സന്ദർഭത്തിൽ അള്ളാഹുവിനുണ്ടാവുക എന്ന് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. എവിടെയാണെങ്കിലും അള്ളാഹു കാണുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്, അവൻ എന്നെ നോക്കുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. തീർച്ചയായിട്ടും അള്ളാഹു തആല ഒരു ഒളിത്താവളത്തിലിരുന്ന് നിങ്ങളെ നിരീക്ഷിക്കുന്നത് പോലെ നിരീക്ഷിക്കുന്നു. അത് നിങ്ങൾ സൂക്ഷിക്കണം. എവിടെയായിരുന്നാലും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല, ഇങ്ങനെ ചിന്തിക്കരുത്. എവിടെയായിരുന്നാലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അഥവാ ഒരു തെറ്റ് വന്നാലോ ആ പാപത്തെ മായ്ച്ചു കളയുന്ന ഒരു നന്മ അതിനെ തുടർന്ന് നിങ്ങൾ ചെയ്യുക എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. പശ്ചാത്തപിക്കുന്നവർക്ക്, പാപമോചനം നടത്തുന്നവർക്ക് അള്ളാഹു തആല എല്ലാം പുറത്തു കൊടുക്കുകയാണ്. ഒരു സ്ത്രീ, ജുഹൈന ഗോത്രത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ വ്യഭിചരിച്ചു. നബി തിരുമേനിയുടെ അടുക്കൽ വന്ന് കാര്യം പറഞ്ഞു. ഒടുവിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അതിൻ്റെ പശ്ചാത്താപമായി ആ സ്ത്രീയെ പരസ്യമായിട്ട് എറിഞ്ഞു കൊല്ലാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ആളുകൾ കല്ലെടുത്തു, എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എറിയുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് ശക്തമായിട്ടൊരു കല്ലെടുത്തെറിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് രക്തം തെറിച്ചു വീണു. ഖാലിദ് റളിയല്ലാഹു തആല അൻഹു എന്തോ ഒന്ന് ഇഷ്ടമില്ലാത്ത രീതിയിൽ പറഞ്ഞപ്പോൾ, മഹ്ലൻ യാ ഖാലിദ്, ഖാലിദേ സാവധാനത്തിലെറിയൂ, ഈ സ്ത്രീയുടെ പശ്ചാത്താപമുണ്ടല്ലോ, മദീന നിവാസികൾക്കിടയിൽ അത് വിതരണം ചെയ്താൽ, ആ പശ്ചാത്താപം പങ്കുവെക്കപ്പെട്ടു കഴിഞ്ഞാൽ അതവർക്ക് വിശാലമാകും എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി.
തൗബ ചെയ്യുമ്പോൾ, പശ്ചാത്താപം ചെയ്യുമ്പോൾ ഈ സംസാരം ശ്രവിക്കുന്നവരൊക്കെ അതിനുള്ള തീരുമാനമെടുത്തവരായിരിക്കും. റമദാനിലെ ഏതെങ്കിലും ഒരു രാവിൽ ഒന്ന് നന്നായിട്ട് അള്ളാഹുവിനോടൊന്ന് കരഞ്ഞു പറയണം എന്ന് തീരുമാനിച്ചവരായിരിക്കും. ചെയ്തു പോയ തെറ്റുകളെ ഓർത്തെടുക്കുക, ഇനി എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കുകയില്ല എന്ന് പൂർണ്ണമായിട്ടും ഉറപ്പിക്കുക. അപ്രകാരം അതിൽ നമ്മൾ അള്ളാഹുവിനോട് പരിപൂർണമായും ഖേദിക്കുന്നവരാവുക. പശ്ചാത്താപം എന്ന് പറയുന്നത്, തൗബ എന്ന് പറയുന്നത് അത്തൗബത്തു അന്നദം, തൗബ എന്ന് പറയുന്നത് ഖേദമാകുന്നു. ആ ഖേദം നമ്മളിൽ നിന്ന് പരിപൂർണമായിട്ടും ഉണ്ടാവുക. അങ്ങനെ തൗബ ചെയ്താൽ കമല്ലാദംബലഹു, അവൻ തെറ്റുകളെ ചെയ്യാത്തതുപോലെയാണ്. തെറ്റ് ചെയ്തു അവനതിൽ തൗബ ചെയ്താൽ പിന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയുന്നത് അത്തഇബു മിനദ്ദംബ്, ഒരു ദോഷത്തിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങിയ ആൾ കമല്ലാദംബലഹു, അവന് ദോഷമില്ലാത്തതുപോലെയാണ്. അതുകൊണ്ട് ഖേദിക്കുക. വ്യക്തികളാണ് എങ്കിൽ ആ വ്യക്തികൾക്ക് നൽകേണ്ട അവകാശങ്ങൾ നമ്മൾ നൽകുക. വ്യക്തികൾക്ക് നൽകേണ്ട അവകാശങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നൽകണം. സാമ്പത്തികമായോ അതല്ലെങ്കിൽ ശാരീരികമായോ വല്ല അവകാശങ്ങളും നമ്മൾ നൽകാനുണ്ട് എങ്കിൽ ആ അവകാശങ്ങൾ നമ്മൾ നൽകുക. സക്കാത്ത് അത് നിർവഹിക്കാത്തവരാണെങ്കിൽ അത് കൊടുത്തു വീട്ടുക. പറഞ്ഞതോ മറ്റോ ഒക്കെയാണ് എങ്കിൽ അത് ഗീബത്ത് പറഞ്ഞതാണ്, അയാളെ സംബന്ധിച്ച് വല്ലതും അനാവശ്യം പറഞ്ഞതാണ്, അങ്ങനെയാണ് എങ്കിൽ ആ വ്യക്തിയുമായിട്ടത് പൊരുത്തപ്പെടിക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ പശ്ചാത്താപത്തിൻ്റെ പൂർണ്ണമായ രൂപങ്ങൾ പറഞ്ഞതൊന്നും ഒരുപക്ഷെ പാലിക്കാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അവരുടെ സൂചനകളിൽ കാണുന്നത് നിങ്ങൾ തലകളിൽ മണ്ണ് വാരിയിട്ട് പോലും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം എന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പശ്ചാത്തപിക്കുന്നയാളായിരുന്നു. ഒരു പാപവും ചെയ്യാത്ത നബി തിരുമേനിയുടെ ആ സുന്ദരമായ ജീവിതത്തെ നിങ്ങളൊന്ന് ഓർത്തെടുത്തു നോക്കൂ. ഒരു പാപവും ചെയ്യാത്ത റസൂലുള്ളാഹി തങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഓരോ സന്ദർഭത്തിലും ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 70 തവണ, മറ്റൊരഭിപ്രായ പ്രകാരം 100 തവണ പ്രവാചകർ അങ്ങനെ പറയാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. വിശുദ്ധ റമളാനിൻ്റെ ഈ രാവുകളിൽ, ഈ പകലുകളിൽ അള്ളാഹുവിലേക്ക് നമ്മൾ ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകൾക്കും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങി പാപമോചിതരായി റമളാനിന് നമ്മൾ വിട നൽകുക. സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ റമളാൻ സന്ദേശത്തിന് ഇവിടെ വിട നൽകുന്നു.